ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് തരുന്നതായ ചിന്താ വിഷയം, ദൈവത്തോട് ചോദിച്ചാലും തരാത്തതെന്ത്, ചോദിക്കാതെ തന്നെ തരുന്നതെന്ത്? അതൊരു വലിയൊരു വിഷയമാണ്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ദൈവത്തോട് ധാരാളം കാര്യങ്ങൾ ചോദിക്കുന്നു. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, നമ്മൾ എത്ര ചോദിച്ചാലും തരാത്ത കാര്യങ്ങളുണ്ട്. എന്നാൽ നമ്മൾ ചോദിക്കാതെ തന്നെ തരുന്നതായ കാര്യങ്ങളുമുണ്ട്. എന്താണത്? 1 രാജാക്കന്മാർ 3-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിലേക്കൊന്ന് കടന്നു വരുമ്പോൾ ദൈവം ശലോമോനോട് പറയുകയാണ്, അല്ലയോ ശലോമോനെ, നീ അപേക്ഷിക്കാത്തതായ സമ്പത്തും മഹത്വവും കൂടെ ഞാൻ നിനക്ക് തന്നിരിക്കുന്നു. നിൻ്റെ ആയുഷ്കാലത്തൊക്കെയും രാജാക്കന്മാരിൽ ഒരുത്തരും നിനക്ക് സമനാകുകയില്ല. യഹോവ രാത്രിയിൽ ശലോമോന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി നിനക്ക് വേണ്ടുന്ന വരം ചോദിച്ചുകൊള്ളുക എന്ന് അരുളി ചെയ്തു. ഒരുപക്ഷെങ്കിൽ ദൈവം അങ്ങനെ ഒരു പ്രത്യക്ഷത നമുക്ക് മുൻപിൽ നടത്തിയാൽ നമ്മൾ എത്ര എക്സൈറ്റഡ് ആയിരിക്കും. നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചോദിക്കും. ധാരാളം പ്രശ്നങ്ങൾ നമുക്കുണ്ട്. ദൈവത്തോട് ചോദിച്ചു വാങ്ങിക്കുവാൻ, ദൈവത്തോട് പറയുവാൻ ഒരുപാട് ആയിരം കാര്യങ്ങൾ ഒരുപക്ഷെങ്കിൽ നമുക്ക് കാണും. ഒരു രാജാവിനെ സംബന്ധിച്ചിടത്തോളം അതിലധികം ഉണ്ടായിരിക്കും. പക്ഷെങ്കിൽ ശലോമോൻ പറഞ്ഞതായ അദ്ദേഹത്തിൻ്റെ മറുപടി നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ, അദ്ദേഹം പറയാണ്, അതിൻ്റെ 7-ാം വാക്യത്തിൽ താൻ പറയാണ്, ഞാൻ ബാലനാണ്, എനിക്കൊരു കഴിവുമില്ല, അതിനുള്ളതായ ജ്ഞാനങ്ങളും കാര്യാദികൾ നടത്തിക്കൊണ്ടു പോകുവാനുള്ള ബലവും എനിക്കില്ല. അതുകൊണ്ട് എനിക്ക് ബലം വേണം, ജ്ഞാനം വേണം, വിവേകം വേണം. ദൈവത്തിന് വളരെ പ്രസാദമായിപ്പോയി. ദൈവം അവനോട് പറഞ്ഞതായ കാര്യം, അല്ലയോ ശലോമോനെ, എല്ലാ മനുഷ്യരും എന്നോട് ചോദിക്കുന്നതായ ചില കാര്യങ്ങളുണ്ട്. അതിൻ്റെ 11-ാം വാക്യത്തിൽ ദൈവം അവനോട് പറയുന്നു, നീ ദീർഘായുസോ സമ്പത്തോ ശത്രു സംഹാരമോ ഒന്നും അപേക്ഷിക്കാതെ ന്യായപാലനത്തിലുള്ള വിവേകം എന്ന ഈ കാര്യം മാത്രം അപേക്ഷിച്ചതുകൊണ്ട് ഞാൻ നിന്നിൽ പ്രസാദിച്ചിരിക്കുന്നു. അപ്പോൾ ദൈവം ശലോമോനോടൊരു ലിസ്റ്റ് കൊടുക്കുകയാണ്. നോക്കൂ, സകല മനുഷ്യരും എൻ്റെ സന്നിധിയിൽ കടന്നു വരുമ്പോൾ അവർ ചോദിക്കുന്നതായ കാര്യങ്ങൾ, അവർക്ക് സമ്പത്ത് വേണം, അവർക്ക് ദീർഘായുസ് വേണം, അതിനുശേഷം അവരുടെ ശത്രുക്കളെ സംഹരിച്ചു കൊടുക്കണം. എൻ്റെ ശത്രുക്കൾ മുടിഞ്ഞു പോകട്ടെ, എൻ്റെ ശത്രുക്കൾ നശിച്ചു പോകട്ടെ, അവർ ഇല്ലാതെയായി പോകട്ടെ, അവർ ഇന്ന് കാണുന്നവർ നാളെ ഇല്ലാതാകട്ടെ. ഇതൊക്കെയും ദാവീദിൻ്റെ ആഗ്രഹമായിരുന്നു. പക്ഷെങ്കിൽ ദൈവം അതൊന്നും നിവർത്തിച്ചു കൊടുത്തില്ല. അതാണ് ശലോമോനോട്, തൻ്റെ പുത്രനായ ശലോമോനോട് ദൈവം പറയുന്നത്. നോക്കൂ, ശലോമോനോട് ദൈവം പറയുകയാണ്, നീ ചോദിച്ചതായ കാര്യം ജ്ഞാനവും വിവേകവും. എന്താണ് ഈ ജ്ഞാനം? ജ്ഞാനമെന്ന് പറയുന്നത് ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ അതിൽ ഒരു ചിന്തയുണ്ടാകും. എന്താണെന്നറിയാമോ? നാളെ എന്ത് തിന്നും, എന്ത് കുടിക്കുമെന്നുള്ളതായ ചിന്ത നമ്മെ വിട്ടുപോകും. നാളത്തേക്ക് നാം ചിന്തയില്ലാത്തവരായി മാറും. വിവേകം നന്മയേത് തിന്മയേതെന്ന് തിരിച്ചറിയുവാനുള്ളതായ, ദൈവത്തിന് പ്രസാദകരം എന്ത്, പ്രസാദമല്ലാത്തതെന്ന് തിരിച്ചറിയുവാനുള്ളതായ ഒരു ബോധ്യം, ഒരു പുനർജന്മം, ഒരു പുനർചിന്ത. ഈ 2-3 കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ കടന്നു വരുമ്പോൾ നമ്മുടെ വഴികൾ സമാധാനമുള്ള വഴികളെന്ന് നമുക്ക് മനസ്സിലാകും. ദൈവം ശലോമോനോട് പറയുകയാണ്, ഇങ്ങനെ നീ വിവേകവും ജ്ഞാനവും ചോദിച്ചതുകൊണ്ട് നീ ചോദിക്കാത്തത് ചിലത് ഞാൻ നിനക്ക് തരുന്നു. അത് സമ്പത്തും ഐശ്വര്യവും മഹത്വവും മറ്റാരോടും തുല്യതപ്പെടുത്തുവാൻ കഴിയാത്തതായ ഒരസാമാന്യമായ ഒരു പേര്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ, ജ്ഞാനം നമ്മുടെ ഹൃദയത്തിൽ കടന്നു വരുമ്പോൾ ആ ജ്ഞാനം നമ്മെ പല കാര്യങ്ങൾ പഠിപ്പിക്കും. ശത്രുക്കളെ സ്നേഹിക്കാൻ പഠിപ്പിക്കും, ശത്രുക്കളെ മുടിപ്പിക്കാൻ പ്രാർത്ഥിക്കുകയില്ല, നാളെ വേണ്ടുന്ന അല്ലെങ്കിൽ നമ്മുടെ ഓരോ ഉപജീവനത്തെക്കുറിച്ചുള്ളതായ ചിന്തയുണ്ടാകുകയില്ല, എന്തു തിന്നും, എന്ത് കുടിക്കും, അല്ലെങ്കിൽ എന്തുടുക്കും എന്നുള്ളതായ ചിന്ത നമ്മെ വിട്ടുപോകും. അനർത്ഥങ്ങൾ കാണുമ്പോൾ, പ്രയാസങ്ങൾ കാണുമ്പോൾ, അല്ലെങ്കിൽ ദുർഘടമായ പാതകൾ പലതും കാണുമ്പോൾ, വൈഷമ്യങ്ങൾ നമ്മെ നേരിടുമ്പോൾ, രോഗങ്ങൾ നേരിടുമ്പോൾ, ഓരോരോ ദുഃഖകരമായ പാതകളിൽ കൂടെ നമ്മൾ നടന്നു പോകുമ്പോൾ നമുക്ക് വിവേകവും ജ്ഞാനവും ക്രിസ്തു ജ്ഞാനമായി നമ്മുടെ ഹൃദയത്തിൽ വസിക്കുമ്പോൾ ദൈവത്തിന് പ്രസാദകരമായ യാഗം ഏതെന്ന് തിരിച്ചറിയുവാനുള്ളതായ ഒരു വിവേകം നമ്മുടെ ഹൃദയത്തിൽ കടന്നു വരുന്നു. അതുതന്നെയല്ല, നാളത്തേക്കുള്ളതായ ചിന്താകുലം നമ്മെ വിട്ടുപോകുന്നു. കാരണം
ജ്ഞാനമാകുന്നവൻ നമ്മുടെ ഹൃദയത്തിൽ വരുന്നു. ഈ ജ്ഞാനമായവൻ നമ്മുടെ ഹൃദയത്തിൽ കടന്നു വരണമെങ്കിൽ ദൈവസന്നിധിയിൽ നാം നമ്മെ തന്നെ സമർപ്പിക്കുന്ന ഒരു സമർപ്പണമുണ്ട്. ഞാൻ ബാലനാകുന്നു, എനിക്ക് കഴിവില്ല, എനിക്ക് ജ്ഞാനമില്ല. തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. നിങ്ങൾ തിരിഞ്ഞ ശിശുക്കളെ പോലെ ആകുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല എന്ന് കർത്താവ് പറഞ്ഞു. നാം ബാലൊരു ശിശുവിനെ പോലെ നമ്മളെ തന്നെ താഴ്ത്തുമ്പോൾ, നമ്മുടെ ഹൃദയത്തിൽ താഴ്മയുടെ ഒരു ചിന്ത കടന്നു വരുമ്പോൾ, ആകുല ചിന്തകൾ നമ്മെ വിട്ടുപോകുന്നതായ ജ്ഞാനം നമ്മുടെ ഹൃദയത്തിൽ കടന്നു വരുന്നു. നാം പ്രത്യാശയുള്ളവരായിത്തീരുന്നു. അവരെക്കുറിച്ചാണ് കർത്താവ് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത്, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. അവനിൽ വിശ്വാസത്താൽ ജീവിക്കുന്ന ഒരു കീഴ്വഴക്കം, ഒരു സ്വഭാവം അവൻ എവിടെ നിന്നോ കടന്നു വരും. പ്രത്യാശ നിറഞ്ഞതായ നമ്മുടെ ജീവിതത്തിൽ ആകുലതകൾ നമ്മെ മൂടുന്നതായ, പ്രയാസഘട്ടങ്ങൾ കൊണ്ടുവരുന്നതായ, സങ്കടങ്ങൾ മൂടിക്കളയുന്നതായ അനേക സന്ദർഭങ്ങൾ ഉണ്ടാകും. ഈ സന്ദർഭങ്ങളെല്ലാം 3 കാര്യങ്ങൾ റിലേറ്റഡാണ്. 1 സമ്പത്തുമായിട്ട് റിലേറ്റഡ് ആയിരിക്കും, 2 ശത്രുക്കളുമായിട്ട് റിലേറ്റഡ് ആയിരിക്കും, 3 ദീർഘ ആയുസ്സിന് ആയിട്ട് റിലേറ്റഡ് ആയിരിക്കും. ഈ 3 കാര്യങ്ങളിൽ കൂടാണ് മനുഷ്യനിൽ ചിന്തയുണ്ടാകുന്നത്, ആകുലതകൾ ഉണ്ടാകുന്നത്, പ്രയാസങ്ങൾ ഉണ്ടാകുന്നത്, അസമാധാനം ഉണ്ടാകുന്നത്. എന്നാൽ ഈ 3നെയും അതിജീവിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്. ദൈവത്തിൻ്റെ ആ ശബ്ദം നമ്മെ തിരിച്ചറിയിപ്പിക്കുകയാണ്. നിന്നിൽ വിവേകവും ജ്ഞാനവും ഉണ്ടാകുമ്പോൾ ഈ 3നെക്കുറിച്ചുമുള്ളതായ ചിന്തകൾ നിന്നിൽ നിന്ന് മാറിപ്പോകുന്നു. നിനക്കാവശ്യമുള്ള ജീവനും ഭക്തിക്കും ആവശ്യമായതൊക്കെയും നിൻ്റെ മുൻപിൽ നീ അറിയാതെ അത് വിതയ്ക്കപ്പെടുന്നു, നീ അറിയാതെ അത് വിളമ്പപ്പെടുന്നു, നീ അറിയാതെ നിനക്ക് വേണ്ടി അത് നിന്റെ മുൻപിൽ ദൈവം ദാനമായി തരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് ഈ പ്രഭാതത്തിൽ നമ്മോട് പറയുവാനുള്ളൂ, നീ ചോദിക്കാത്തത് പലതും ദൈവം നിനക്കായി ചെയ്യുന്നു. അങ്ങനെ നീ ചോദിക്കുന്ന പല കാര്യങ്ങളും ദൈവത്തിന് നിനക്ക് വേണ്ടി ചെയ്യുവാൻ സാധിക്കാത്ത പല കാര്യങ്ങളുമുണ്ട്. കാരണം നിൻ്റെ വാക്കുകളും നിൻ്റെ ആവശ്യങ്ങളും ചിന്തകളും എല്ലാം ആ 3 കാര്യങ്ങളിന്മേലുള്ളതായ ആഗ്രഹം കൊണ്ടാണ്. എന്നാൽ ദൈവസന്നിധിയിൽ പ്രസാദകരമായിട്ടുള്ള ജ്ഞാനവും വിവേകവും നാം പ്രാപിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഭാരങ്ങൾ മാറുന്നതായി കാണും. ഏത് പ്രതികൂലതയിലും സ്വസ്ഥതയോടെ ധൈര്യത്തോടെ നിൽക്കുവാനുള്ള ഒരു അമിതബലം നമുക്ക് കിട്ടും. അതാണ് ക്രിസ്തീയ ജീവിതത്തിൽ കൂടെ നമുക്ക് പ്രാപ്തമാകുന്നത്. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, നമ്മൾ വളരെ അനർത്ഥങ്ങളുടെ കാലത്താണ് ജീവിക്കുന്നത്, അനേക സംഹാരങ്ങളുടെ കാലത്താണ് ജീവിക്കുന്നത്. നമുക്ക് നോക്കുമ്പോൾ, ചിന്തിക്കുമ്പോൾ സമാധാനം എടുത്തു കളയുന്ന, സ്വസ്ഥത എടുത്തു കളയുന്നതായ അനേക സംഭവ വികാസങ്ങൾ നമ്മുടെ മുൻപിൽ നൃത്തം ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ 3 കാര്യങ്ങളിന്മേൽ നിന്നെ അലട്ടുന്ന 3 കാര്യങ്ങളിന്മേലുള്ളത് നിനക്ക് ജയിക്കുവാൻ സാധിക്കണമെങ്കിൽ നിൻ്റെ ഹൃദയത്തിലേക്ക് വിവേകവും ജ്ഞാനവും കടന്നു വരണം. ആ വിവേകവും ജ്ഞാനവും നമ്മുടെ ഹൃദയത്തിൽ കടന്നു വരണമെങ്കിൽ നാം നമ്മെ തന്നെ താഴ്ത്തുന്നവരായിത്തീരണം. നിങ്ങൾ തിരിഞ്ഞു ശിശുക്കളെ പോലെയാകുവാൻ, ബാലനാകുന്ന കർത്താവേ, എന്നിൽ കഴിവില്ല, എന്നിൽ ഒരു കഴിവും ജ്ഞാനവും എനിക്കില്ല എന്ന് ദൈവസന്നിധിയിൽ സമ്മതിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശബ്ദം നിനക്ക് കേൾക്കാൻ കഴിയും. നീ ചോദിക്കാത്തത് പലതും ഞാൻ നിനക്ക് തരും. മറ്റുള്ളവർ ചോദിക്കുന്നത് പോലെ നീ ചോദിക്കാഞ്ഞതുകൊണ്ട്, മറ്റുള്ളവർ ആഗ്രഹിക്കുന്നത് പോലെ നീ ആഗ്രഹിക്കാഞ്ഞതുകൊണ്ട്, മറ്റുള്ളവർ മോഹിക്കുന്നത് പോലെ നീ മോഹിക്കാഞ്ഞതുകൊണ്ട് നീ ചോദിക്കാത്ത പല നന്മകളും നിനക്ക് വേണ്ടി ഇതാ ഞാൻ കരുതിയിരിക്കുന്നു. ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ, ദൈവത്തിൻ്റെ ഇൻപമായ വഴികളെക്കുറിച്ച് മനസ്സിലാക്കുവാൻ, ദൈവം നിന്നെ നടത്തുന്നതായ വിശ്വാസത്തിൻ്റെ പാതകളുടെ ശ്രേഷ്ഠതയെ മനസ്സിലാക്കുവാൻ തക്കണം. ഈ പ്രഭാതത്തിൽ നിൻ്റെ ജ്ഞാനവും വിവേകവും ഹൃദയത്തിന് കണ്ണുകളിൽ പ്രകാശിപ്പിക്കുമാറാകട്ടെ.